പരങ്ങാറ്ററി RPM ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച പരമേശ്വര പണിക്കർ സ്മാരക കെട്ടിടം നാടിന് സമർപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്മാരക കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്നത് രാസലഹരിയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വശത്താക്കി ലഹരിക്ക് അടിമകളാക്കി മാറ്റുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ നിന്നുള്ളത്. ഇതുവരെ 9250 ആളുകളെ അറസ്റ്റ് ചെയ്തു. 7000-ഓളം കേസുകൾ എടുത്തു. 100 കോടിയിലധികം വരുന്ന വില വരുന്ന മയക്കുമരുന്ന് പോലീസ് പിടിച്ചെടുത്തു. ഇത് പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെല്ലാവരും യുവതലമുറയെ രക്ഷിക്കാൻ ഈ ഓപ്പറേഷൻ തുഫാനുമായി സഹകരിക്കണം. ഇത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ദൗത്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ പരിപൂർണമായും കേരളത്തെ ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് ആക്കി മാറ്റിയെടുക്കാൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന വേദിയിൽ സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും തുഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. തുഫാൻ വാരിയേഴ്സിന്റെ ആദ്യത്തെ തുഫാൻ വാരിയർ പ്രശസ്ത സിനിമാ നടൻ മോഹൻലാലാണ്. ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പദ്ധതിയിൽ ചേരുകയാണ്. ബോധവൽക്കരണമാണ് തുഫാൻ വാരിയേഴ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബഹുമാനപ്പെട്ട MP ശ്രീ K രാധാകൃഷ്ണൻ അവരെ ആദരിക്കുന്നു. നെന്മാറ MLA K പ്രേമൻ അധ്യക്ഷനായ ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സരിത, നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രേണുക കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം S അരവിന്ദ്, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജൂഡ് ലൂയിസ്, DDE TM സെലീന BV, DEO ആസിഫ് അലിയാൻ, AEO D സൗന്ദര്യ, മാനേജിംഗ് ട്രസ്റ്റി B ശ്യാമ, മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TO ഭാസ്കരൻ, മാനേജിംഗ് ട്രസ്റ്റി R കൊച്ചുകൃഷ്ണ പണിക്കർ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. PTA പ്രസിഡന്റ് B അനന്തകൃഷ്ണൻ സ്വാഗതവും പ്രധാനാധ്യാപകൻ R വാസുദേവൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.